ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയർലെസ് AC ടെസ്റ്ററാണ്. സാധാരണ ടെസ്റ്റർ വെച്ച് നിങ്ങൾക്ക് വയർ ബ്രേക്ക് ആയിട്ടെങ്കിൽ അത് എവിടെയാണ് ബ്രേക്ക് ആയത് അറിയാൻ പറ്റില്ല. പക്ഷേ വയർലെസ് AC ടെസ്റ്റർ വെച്ച് എവിടെയാണ് ബ്രേക്ക് ആയെന്ന് അറിയാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട BC547 ട്രാൻസിസ്റ്ററാണ്. ഇത് 3 വേണം. ഇത് NPN വിഭാഗത്തിലാണ് പെടുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു LED, ഇത് റെഡ് LED ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3.7 വോൾട്ടിൻ്റെ പോളിമർ ബാറ്ററി, ഒരു ചാർജിങ് മോഡ്യൂള്, 220 ഓംസിൻ്റെ റെസിസ്റ്റൻസ്, ഒരു സ്ലൈഡിങ് സ്വിച്ച്, ഒരു കോയിൽ ഉണ്ടാക്കിയത് ഒരു പഴയ ട്രാൻസ്ഫോമർ പൊളിച്ച് അതിൻ്റെ കോപ്പർ വയർ എടുത്ത് അതൊരു വണ്ണം കുറഞ്ഞ കമ്പിയിൽ ചുറ്റിയെടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ കാലുകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി ട്രാൻസിസ്റ്ററിൻ്റെ പരന്ന വശം നമ്മുടെ മുഖത്തിൻ്റെ ഡയറക്ഷനിലോട്ട് ആക്കി വെക്കണം. പരന്ന വശത്തേക്കും ഇതിൻ്റെ ആ പേരൊക്കെ പ്രിൻ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ട്രാൻസിസ്റ്ററിൽ നിന്ന് നമ്മൾ നേരെ തലയിരിച്ച് വെക്കണം. അപ്പം പിൻസ് മുകളിലോട്ടേക്കും ഇരിക്കണത്. ലെഫ്റ്റ് സൈഡിലത്തെ പിന്നെ എമിറ്റർ ആയിക്കോളും, നടുക്കത്തെ ബേസ്, ഏറ്റവും റൈറ്റ് സൈഡിലത്തെ കളക്ടർ ആയിക്കോളും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സർക്യൂട്ട് ബോർഡൊന്നും വേണ്ട. ട്രാൻസിസ്റ്റർ ഒരുമിച്ച് കൂട്ടിപ്പിരിച്ച് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ കാണിക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് നേരെ സോൾഡറിങ് വർക്കിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കാലുമ ലെഡ് കോട്ട് ചെയ്യണതാണ്. അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് കവറാണ്. കവറിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ടോപ്പ് പ്ലേറ്റും ബോട്ടം പ്ലേറ്റിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ടെസ്റ്ററിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 സൈഡിലും വേണ്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണമാണ്. ഇത് 9 സെൻറ്റിമീറ്റർ നീളം, 1.5 സെൻറ്റിമീറ്റർ വീതി ആയിട്ടുള്ളതാണ് എടുത്തേക്കണം. പിന്നെ ഏറ്റവും ബാക്ക് സൈഡിന് വേണ്ടി ഒരു ചാർജിങ് മോഡ്യൂളിനുള്ള ഒരു തുളയം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് പീസ് ഒട്ടിച്ച് കവർ ഉണ്ടാക്കാം. കോയിൽ കേസിൽ ഇറക്കി വെക്കാൻ വേണ്ടി ഞാൻ കേസിൻ്റെ അറ്റത്ത് ഒരു ഡ്രോപ്പറിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് കേസിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കോയിൽ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. ചാർജിങ് മോഡ്യൂൾ ഞാൻ കേസിൻ്റെ ഈ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ടോപ്പ് കവർ ഇപ്പോൾ കേസിൻ്റെ സൈഡിലത്തെ എല്ലാ പ്ലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇതായിട്ട് സ്യൂട്ട് ആവുന്നില്ല. ആദ്യം ഞാൻ സ്വിച്ചിന് വേണ്ടിയുള്ള ടോപ്പ് കവറുമേ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ വയറിങ് എളുപ്പത്തിലാവാൻ വേണ്ടി ഞാൻ ഈ ചാർജിങ് മോഡ്യൂളിലെ തൊട്ട് പുറയിൽ തന്നെ തുള്ളിട്ട് അവിടേക്കും സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ചാർജിങ് മോഡ്യൂളിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും ഞാൻ ചാർജിങ് മോഡ്യൂളിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മോഡ്യൂള് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് കേസിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സ്ലൈഡിങ് സ്വിച്ച് കേസുമ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. LED-ൻ്റെ നെഗറ്റീവ് ഞാൻ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലാണ് കൊടുത്തേക്കണം. രണ്ടാമത്തെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഒരുമിച്ച് സോൾവ് ചെയ്തിട്ട് LED-ൻ്റെ പോസിറ്റീവ് അതിലേക്ക് കൊടുക്കും. പിന്നെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് ഞാൻ നെഗറ്റീവ് വയർ കൊടുക്കണം. LED-ൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ ഒരു പോസിറ്റീവ് വയർ എടുക്കും. കോയിൽ ഏറ്റവും അവസാനത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് കൊടുക്കുന്നത്. ഇൻഡക്ടർ ഫിറ്റ് ചെയ്യണം അതേ ട്രാൻസ്പെറൻറ്റ് പൈപ്പിൽ തന്നെയാണ് LED ഫിറ്റ് ചെയ്യണം. അപ്പോൾ LED കത്തുമ്പോൾ ആ പൈപ്പ് മുഴുവനായിട്ട് ഗ്ലോ ചെയ്യും. LED-യും ഇൻഡക്ടർ കോയിലും ഗ്ലൂ ഗൺ ഒഴിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററീൻ്റെ വയറും കൂടി കൊടുക്കാം. ഈ ചിത്രത്തിൽ കാണിക്കുന്നതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. വയർലെസ് AC ടെസ്റ്ററിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്.
ഞാൻ ഇതിൻ്റെ ഉപയോഗിക്കുന്ന റീചാർജബിൾ ബാറ്ററി ചാർജിങ് മൊഡ്യൂളാണ്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഉപയോഗം ഇടക്കിടക്ക് വരും. അതുകൊണ്ട് ഞാൻ ഇതിനെ നല്ല ഭംഗിക്ക് കേസിൽ പണിതത്. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് വല്ലപ്പോഴും ആണെങ്കിൽ ഇതുപോലെ സർക്യൂട്ട് പണിതിട്ട് ഇതിൻ്റെ അറ്റത്ത് 3 വോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റീചാർജബിൾ ബാറ്ററിയും ചാർജിങ് മൊഡ്യൂളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ ടെസ്റ്റർ വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണ് AC കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. വയർലെസ് AC ടെസ്റ്റർ വെച്ച് ബ്രേക്കായ വയറുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.